നമസ്കാരം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഫെല്ലോഷിപ്പ് തകർന്നതിനു ശേഷം പല വഴികളിലേക്ക് പിരിഞ്ഞുപോകുന്ന കഥാപാത്രങ്ങളുടെ സങ്കീർണമായ യാത്രകളെക്കുറിച്ചുള്ള വളരെ വിശദവും ഗംഭീരമായ സിനിമാറ്റിക് ദൃശ്യമികവുള്ളതുമായ ഒരു വിശകലനമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഈ വലിയ വേർപിരിയലുകൾ ഓരോ കഥാപാത്രത്തെയും എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നും അവരുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ പരീക്ഷിക്കുന്നു എന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതൊന്നു നോക്കൂ, നമ്മൾ കഥ തുടങ്ങുന്നത് തന്നെ വലിയൊരു കോലാഹലത്തിന് നടുവിൽ നിന്നാണ്, അല്ലേ? മിഡിൽ എർത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ നായകന്മാർ ചിതറിപ്പോവുകയാണ്. ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചവരാണെങ്കിലും കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ അവരുടെ വഴികൾ ഇവിടെ വെച്ച് അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിരിയുകയാണ്. ഇനി എല്ലാവരെയും ഭരിക്കാൻ ഒരു മോതിരം എന്നു തുടങ്ങുന്ന ആ പ്രശസ്തമായ കവിത നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ. ഇതിലെ ആ ഇരുണ്ട മാന്ത്രികത വല്ലാത്തൊരു ഫീലാണ് തരുന്നത്, അല്ലേ? വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെയും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദുഷ്ടശക്തിയെയും കുറിച്ചുള്ള വ്യക്തമായൊരു സൂചനയാണ് ഈ വരികൾ നൽകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ സിനിമാറ്റിക് വിശകലനത്തിന്റെ ഒരു മാപ്പ്. ഫെലോഷിപ്പ് തകർന്നതു മുതൽ 3 വേട്ടക്കാർ, ഉറുഖൈകളുടെ തടവുകാർ, വൈറ്റ് റൈഡറുടെ തിരിച്ചുവരവ്, റിംഗ് ബെയററുടെ യാത്ര, ഒടുവിൽ പടിഞ്ഞാറോട്ടുള്ള ജാലകം വരെ. റോഹന്റെ സമതലങ്ങളിൽ നിന്ന് തുടങ്ങി മോർഡോറിന്റെ അതിർത്തികളിലേക്ക് ഇവരെ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ഫെല്ലോഷിപ്പ് തകർന്നു. കഥയുടെ ഗതിയെ തന്നെ പൂർണ്ണമായും മാറ്റുന്ന റൗറോസ് വെള്ളച്ചാട്ടത്തിനടുത്തുണ്ടായ ആ വലിയ അപ്രതീക്ഷിത ദുരന്തം. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു, അല്ലേ? ഹോബിറ്റുകളെ രക്ഷിക്കാൻ ബോറോമിർ നടത്തിയ ആ അവസാന പോരാട്ടം. ആ വലിയ മരത്തിൽ ചാരിയിരിക്കുന്ന ബോറോമിറിനെ ഒന്ന് ഓർത്തുനോക്കൂ. ശരീരത്തിൽ മുഴുവൻ കറുത്ത അമ്പുകൾ, കൈയിലെ വാൾ ഒടിഞ്ഞിരിക്കുന്നു, പ്രശസ്തമായ ആ കൊമ്പ് രണ്ടായി പിളർന്നിരിക്കുന്നു, ചുറ്റും കൊല ചെയ്യപ്പെട്ട 20 ഓർക്കുകൾ. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു വീരമൃത്യു തന്നെ ആയിരുന്നു അത്. തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ യാത്രയാക്കുന്ന അരഗോണിന്റെയും ലെഗോലാസിന്റെയും ഗിംലിയുടെയും അവസ്ഥ വളരെ സങ്കടകരമായിരുന്നു. ബോറോമിറിനെ ഒരു എൽവൻ തോണിയിൽ കിടത്തി അദ്ദേഹത്തിന്റെ ആയുധങ്ങളും ഗലാഡ്രിയൽ നൽകിയ സുവർണ ബെൽറ്റും ചേർത്ത് വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുക്കിവിടുന്ന ആ രംഗം വല്ലാത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസാണത്. അതിനുശേഷമാണ് അവർ ഹോബിറ്റുകളെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇനി വേഗത്തിൽ രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരാം. കഥയുടെ രണ്ടാമത്തെ ഭാഗം എങ്ങനെ വളരെ കഠിനമായൊരു പിന്തുടരലായി മാറുന്നു എന്ന് നോക്കാം. 3 വേട്ടക്കാർ. ഇവിടെ അരഗോണിന്റെ ബുദ്ധി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. വഴിയിൽ കിടക്കുന്ന ആയുധങ്ങൾ നോക്കി അദ്ദേഹം ശത്രുക്കളെ കൃത്യമായി തിരിച്ചറിയുകയാണ്. മോർഡോർ ഓർക്കുകളുടെ വളഞ്ഞ വാളുകളും ചുവന്ന കണ്ണിന്റെ ചിഹ്നവും ഒരു വശത്ത്, മറുവശത്ത് ഐസൻഗാർഡറുകളുടെ വീതിയുള്ള വാളുകളും വെളുത്ത കൈചിഹ്നമുള്ള കറുത്ത പരിചകളും. അതെ, 2 വ്യത്യസ്ത ശത്രുക്കളെയും 2 വ്യത്യസ്ത ഗോപുരങ്ങളെയുമാണ് അവർ നേരിടുന്നത്. ഇവരുടെ ആ ഒരു എനർജിയും സഹനശേഷിയും ഒന്ന് നോക്കൂ. ആദ്യ ദിവസം എമിൻ മുയിലിന്റെ കുത്തനെയുള്ള പാറക്കെട്ടുകൾ, 2ാം ദിവസം റോഹാന്റെ വിശാലമായ സമതലങ്ങളിലൂടെയുള്ള ഓട്ടം, 3ാം ദിവസം അവർ ഇരുണ്ട ഫാങ്കോൺ വനത്തിന്റെ അതിർത്തിയിലെത്തുന്നു. ഉറക്കമോ വിശ്രമമോ ഇല്ലാതെ 36 മണിക്കൂറാണിവർ തങ്ങളുടെ പ്രിയപ്പെട്ട ഹോബിറ്റുകളെ തിരഞ്ഞ് ഓടിയത്. അവിശ്വസനീയമാണ്. ഈ ഓട്ടത്തിനിടയിലാണ് ആ ഗംഭീരമായ കാഴ്ച അവർ കാണുന്നത്. റോഹന്റെ കുതിരപ്പടയാളികൾ കാറ്റിൽ പറക്കുന്ന മുടിയും ചാരനിറത്തിലുള്ള കുന്തങ്ങളുമായി 105 കുതിരപ്പടയാളികൾ ഇയോമറിന്റെ നേതൃത്വത്തിൽ വരുന്നത് ശരിക്കും ഒരു സിനിമാറ്റിക് മാസ് എൻട്രി തന്നെയാണ്. വല്ലാത്തൊരു ഇമ്പാക്റ്റ് നൽകുന്നൊരു സീനാണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ 3ാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഉറുഖൈകളുടെ തടവുകാർ. അപ്പുറത്ത് ഹോബിറ്റുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. മെരിയുടെയും പിപ്പിന്റെയും അവസ്ഥ വളരെ ദയനീയമായിരുന്നു കേട്ടോ. ഉഗ്ലൂക്കും ഗ്രിഷ്ണക്കും അവരെ അക്ഷരാർത്ഥത്തിൽ നിലത്തൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഓർക്കുകളുടെ ആ എരിവുള്ള പാനീയവും കുടിച്ച് അവർക്ക് ഓടേണ്ടി വരുന്നു. ഇതിനിടയിൽ തടവുകാരെ ഐസൻഗാർഡിലേക്കാണോ മോർഡോറിലേക്കാണോ കൊണ്ടുപോകേണ്ടത് എന്നതിനെ ചൊല്ലി ഓർക്കുകൾ തമ്മിൽ വലിയ തർക്കവും നടക്കുന്നുണ്ട്. ഇവിടെയാണ് ആ വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. ഇരുട്ടിൽ വെച്ച് ഗ്രിഷ്ണാക് ഹോബിറ്റുകളെ ആക്രമിച്ച് മോതിരം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് പ്രഭാതത്തിൽ റോഹന്റെ കുതിരപ്പടയാളികൾ അവിടേക്ക് അപ്രതീക്ഷിതമായി ആക്രമിച്ചു കയറുന്നത്. ഈ അത്യുഗ്രമായ പോരാട്ടത്തിന്റെയും കോലാഹലത്തിന്റെയും ഇടയിൽ നിന്ന് വളരെ വിദഗ്ധമായി പിപ്പിനും ഡെറിയും തങ്ങളുടെ കെട്ടുകൾ അഴിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. എങ്ങനെയുണ്ട് അവരുടെ ബുദ്ധി? അങ്ങനെ കാട്ടിലെത്തിയ അവർ കാണുന്നത് ചില്ലരക്കാരെയല്ല, 14 അടി ഉയരമുള്ള എൻഡുകളെയാണ്. ട്രീബിയേഡിനെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പച്ചയും ചാരനിറവുമുള്ള മരത്തൊലി, വലിയ താടി, അതിമനോഹരമായ ആഴമുള്ള കണ്ണുകൾ. മിഡിൽ എർത്തിലെ ഈ വലിയ കാവൽക്കാരുടെ ആ ഗാംഭീര്യം ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അങ്ങനെ നമ്മള് 4ാമത്തെ വിഭാഗത്തിലേക്ക് വരികയാണ്.
ദ വൈറ്റ് റൈഡർ തിരിച്ചെത്തുന്നു. കഥയുടെ പല വഴികളും ഫാൻകോണിൽ വെച്ച് ഒന്നിക്കുകയാണ്. കാട്ടിലെത്തിയ അരഗോണിനും സംഘത്തിനും അവിടെ വലിയൊരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു. അതെ, വീണുപോയ ഗാൻഡാൽഫ് ദ ഗ്രേ ഇപ്പോൾ ഗാൻഡാൽഫ് ദ വൈറ്റായി കൂടുതൽ പ്രകാശമാനനായി തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മളും ശരിക്കും ഞെട്ടിപ്പോകുന്ന, രോമാഞ്ചം വരുന്ന ഒരു സിനിമാറ്റിക് നിമിഷമാണത്. ഗാൻഡാൽഫ് തന്റെ വിശ്വസ്തനായ ഷാഡോഫാക്സിനെ വിളിക്കുന്ന രംഗം ഓർമ്മയുണ്ടോ? ജീനോ കടിഞ്ഞാണോ ഇല്ലാതെ വെള്ളിയെപ്പോലെ തിളങ്ങുന്ന കുതിരകളുടെ തലവനായ ആ വലിയ കുതിര. ഒട്ടും സമയം കളയാതെ അവർ റോഹന്റെ സൈന്യത്തെ ഒരുമിച്ചു കൂട്ടാൻ ടിയോഡൻ രാജാവിന്റെ അടുത്തേക്ക് കുതിക്കുകയാണ്. ആ എനർജി ലെവൽ വേറെ തന്നെയാണ്. ഇനി നമുക്ക് 5ാമത്തെ ഭാഗം നോക്കാം. കിഴക്ക് ഭാഗത്ത് ഫ്രോഡോയ്ക്കും സാമിനും എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. ഏറ്റവും അപകടം പിടിച്ച യാത്രയാണിത്, റിംഗ് ബെയററുടെ യാത്ര. ഇവിടെ കഥയുടെ മൂഡാകെ മാറുവാണ് കേട്ടോ. വിഷ്വൻസൊക്കെ വളരെ ഡാർക്കാവുന്നു. സ്മീഗലിനൊപ്പം ബ്ലാക്ക് ഗേറ്റ് കടന്ന് ഇത്തീലിയന്റെ ഇരുണ്ട വനത്തിലേക്ക് നീങ്ങുന്ന ഫ്രോഡോയും സാമും. മോർഡോറിലേക്കുള്ള അവരുടെ ആ ഏകാന്ത യാത്രയുടെ ഭയവും നിസ്സഹായതയും ശരിക്കും നമുക്കും ഫീൽ ചെയ്യും. ഗോണ്ടൂരിലെ മനുഷ്യരെ കണ്ടുമുട്ടുന്നതിനു മുൻപ് അവർ കാണുന്നൊരു കാഴ്ചയുണ്ട്. തെക്കുനിന്നുള്ള മനുഷ്യർ, സ്വർണ്ണവളയങ്ങൾ അണിഞ്ഞ ചുവന്ന മേലങ്കികളുള്ള ഈ ക്രൂരരായ യോദ്ധാക്കൾ അവിടേക്ക് മാർച്ച് ചെയ്തു വരികയാണ്. വരാനിരിക്കുന്ന യുദ്ധം എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ സൈന്യത്തിന്റെ വരവ്. അങ്ങനെ നമ്മൾ അവസാനത്തെ 6ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്, പടിഞ്ഞാറോട്ടുള്ള ജാലകം. ഇതൊരു കിടിലൻ പോയിന്റാണ് കേട്ടോ. ഫ്രോഡോയെയും സാമിനെയും ഫാരാമിറും സംഘവും ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് തന്റെ സഹോദരനായ ബോറോമിറിന്റെ മൃതദേഹവും വഹിച്ചു ഒഴുകിപ്പോകുന്ന തോണിയെക്കുറിച്ചുള്ള ദർശനം ഫാരാമിർ പറയുകയാണ്. ഈ കഥയുടെ തുടക്കവും ഒടുക്കവും എങ്ങനെ കണക്റ്റായിരിക്കുന്നുവെന്ന് നോക്കൂ. വളരെ കാവ്യാത്മകമാണത്. യാത്ര പറയാൻ നേരത്ത് ഫാരാമിർ അവർക്ക് നൽകുന്ന ആ സമ്മാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്ന ഗോണ്ടോറിലെ ആ ലെബത്രോൺ വടികൾ വെറുമൊരു വടിയല്ലാതെ ഇനി വരാനിരിക്കുന്ന ഇരുണ്ട പാതകളിലേക്ക് അതൊരു വലിയ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത് വളരെ ആകാംക്ഷ നിറയുന്ന ഒരു ചോദ്യത്തോടെയാണ്. മോർഡോറിലെ ഒരു ഇരുണ്ട പാറക്കെട്ടിന് താഴെ നിൽക്കുമ്പോൾ സാം ഭയത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്ന ആ വാക്കുകൾ, അവൻ മരിച്ചു, ഉറങ്ങുകയല്ല, മരിച്ചു. ശരിക്കും ആ മോതിരം വഹിക്കുന്നവന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അവിടെ നഷ്ടപ്പെട്ടോ? കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ ഇന്നത്തെ നമ്മുടെ ഈ സിനിമാറ്റിക് യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഒപ്പം സഞ്ചരിച്ചതിന് നന്ദി. വീണ്ടും കാണാം.